ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ +1 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിനകത്ത് രണ്ട് ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഒന്ന്, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ യൂണിറ്റുകൾ എന്താണ് എന്ന് ചിന്തിച്ചു. യൂണിറ്റുകൾ രണ്ട് തരത്തിലുണ്ട്. ബേസിക് യൂണിറ്റുകളുമുണ്ട്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റുകളും അടിസ്ഥാന യൂണിറ്റുകളും, അതുപോലെ തന്നെ ഡിറൈവ്ഡ് യൂണിറ്റ്സും ഉണ്ട്. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ ചിന്തിച്ചു. യൂണിറ്റിന്റെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കണം, ഒരു യൂണിറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം അതിനകത്ത് അടിസ്ഥാനപരമായിട്ട് ഉണ്ടായിരിക്കേണ്ടത് എന്നും നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ചിന്തിച്ചു. ഈ ഭാഗത്ത് നമ്മൾ നോക്കുന്നത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അതായത് നമ്മൾ അളക്കുന്ന യൂണിറ്റുകൾ അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ അളവുകൾ അത് പല രീതിയിലായിരുന്നു പല രാജ്യങ്ങളിലും അളന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിവിടെ മാസിന് കിലോഗ്രാം അല്ലെങ്കിൽ ഭാരം അളക്കുവാനുള്ള യൂണിറ്റിന് കിലോഗ്രാമോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നത് പൗണ്ട് എന്ന് പറയുന്ന മറ്റൊരു യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു സെറ്റ് ഓഫ് യൂണിറ്റുകളുടെ ഒരു കോമ്പിനേഷൻ സെറ്റ് ഓഫ് യൂണിറ്റ്സ് അത് എല്ലാ തരത്തിലുള്ള ബേസിക് ക്വാണ്ടിറ്റികളെയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെയും അളക്കുവാൻ തരത്തിലുള്ള ഒരു സെറ്റ് ഓഫ് യൂണിറ്റ്സ്. പക്ഷെ പല രാജ്യങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഡിഫറെന്റ് സിസ്റ്റംസ് അല്ലെങ്കിൽ ഡിഫറെന്റ് രീതിയിലുള്ള അളവുകളായിരുന്നു. അതുകൊണ്ട് പണ്ട് നമ്മൾ 3 സിസ്റ്റംസ് ആണ് യൂസ് ചെയ്തിരുന്നത്. അതിലൊന്ന് CGS സിസ്റ്റം, 2 FPS സിസ്റ്റം, 3 MKS സിസ്റ്റം. അപ്പൊ എന്താണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നോക്കിക്കേ. CGS എന്ന് പറയുമ്പോൾ പണ്ടത്തെ ശാസ്ത്രശാഖയെ സംബന്ധിച്ചിടത്തോളം വലിയ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലായിരുന്ന സമയത്ത് ലെങ്ത്, മാസ്, ടൈം എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റികളായിരുന്നു വളരെ ഇമ്പോർട്ടന്റ്. എന്നാൽ പിന്നീട് നമുക്ക് മനസ്സിലായി ഇത് ഇത്രയൊന്നും പോരാ. കാരണം ശാസ്ത്രം വളരുന്നതിനനുസരിച്ച് അളക്കേണ്ട സംഭവങ്ങളുടെ ലിസ്റ്റും കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് പണ്ട് പ്രധാനമായിട്ടും യൂസ് ചെയ്തിരുന്ന ലെങ്ത്, മാസ്, ടൈം ആയിരുന്നത് കൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് CGS സിസ്റ്റം, ലെങ്ത് അളക്കാനുള്ള യൂണിറ്റ് സെന്റിമീറ്റർ, ഭാരം അളക്കാനുള്ള മാസ് അളക്കാനുള്ള യൂണിറ്റ് ഗ്രാം, ഇത് സിസ്റ്റം സെക്കൻഡ് S എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു യൂണിറ്റ് ഉണ്ടായിരുന്ന FPS, ഫുട്ട് അടിക്കണക്ക്, നമ്മുടെ നാട്ടിലും യൂസ് ചെയ്തിരുന്ന സംഭവമാണ്. ഫുട്ട് പൗണ്ട് സെക്കൻഡ്, അങ്ങനെ മറ്റൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ MKS സിസ്റ്റം, മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. അപ്പം ബേസിക് ക്വാണ്ടിറ്റികളുടെയും അതുപോലെ തന്നെ കോമ്പിനേഷൻ ക്വാണ്ടിറ്റികൾ അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെയും കൂടെ അളക്കുവാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് യൂണിറ്റുകളെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ആയിട്ട് വെച്ചു. അതാണ് 3 തരത്തിലുള്ള പണ്ടത്തെ സിസ്റ്റങ്ങളായിരുന്നു: MKS, FPS, അതുപോലെ തന്നെ CGS എന്ന് പറയുന്നത്. ഇപ്പൊ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് യൂണിറ്റ്സ് യൂസ്ഡ് ടു മെഷർ ഓൾ ടൈപ്സ് ഓഫ് ബേസിക് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. എല്ലാ തരത്തിലുമുള്ള ബേസിക് ക്വാണ്ടിറ്റികളെയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസുകളെയും മെഷർ ചെയ്യാനുള്ള ഒരു യൂണിറ്റുകളുടെ സെറ്റ്. പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല ദേശങ്ങളിലും പല സെറ്റ് ഓഫ് യൂണിറ്റ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ നിലവിലിരുന്ന 3 പണ്ടത്തെ സെറ്റുകളാണ് അല്ലെങ്കിൽ സിസ്റ്റംസ് ആണ് CGS, FPS, MKS. അടുത്തത് 4മതൊരു സിസ്റ്റം ഉണ്ട്, അതാണ് SI സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് സ്റ്റാൻഡേർഡ് സിസ്റ്റം ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. അവര് സയൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് മനസ്സിലായി നമുക്ക് ഈ 3 യൂണിറ്റുകളെ കൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ അതിന്റെ ഡിറൈവ്ഡ് യൂണിറ്റ്സിനെ കൂടെ കൊണ്ടിരുന്നാൽ പരിപാടി നടക്കുകയല്ല. കാരണം ശാസ്ത്രത്തിന്റെ ഓരോ ശാഖകൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പലതരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ, അതിന്റെ മെഷർമെന്റ്സ് ഒക്കെ വളരെ അത്യാവശ്യമായിട്ട് വന്നു. അങ്ങനെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് എന്ന് പറയുന്ന സംഭവം, അതായത് അവരാണ് എന്ത് ചെയ്യുന്നത്, യൂണിറ്റുകളുടെയും വെയ്റ്റ്സിന്റെ അല്ലെങ്കിൽ മെഷേഴ്സിന്റെ ഒക്കെ യൂണിറ്റുകളെ ഡിസൈഡ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളോ ഭേദഗതികളോ ഒക്കെ വരുത്തുന്നത് അവരാണ്. അന്തർദേശീയമായിട്ടുള്ള യൂണിറ്റുകളുടെ മൊത്തം സിസ്റ്റം അവരാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ 7 ബേസിക് യൂണിറ്റുകളും 2 സപ്ലിമെന്ററി യൂണിറ്റുകളുമുള്ള ഒരു സിസ്റ്റം അവര് കൺസ്ട്രക്ട് ചെയ്തു. അതാണ് SI സിസ്റ്റം. അത് ഫ്രഞ്ച് ആസ്ഥാനമായിട്ടുള്ളത് കൊണ്ട് ഫ്രഞ്ചിൽ ഒരു പേരാണ് ആ സംഭവത്തിനകത്താണ് SI എന്ന് പറയുന്ന സംഭവം വന്നിരിക്കുന്നത്. ലേ സിസ്റ്റം ഇന്റർനാഷണൽ ഡി യൂണിറ്റ്സ് എന്ന് പറയുന്ന സിസ്റ്റം ഇന്റർനാഷണൽ എന്നാണ് ഫ്രഞ്ചിനകത്ത് വരുന്നത്. അതുകൊണ്ടാണ് SI എന്ന് പറഞ്ഞ പേര്.
നമ്മൾ പറയുമ്പോൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്ന എന്താണ് രീതിയിൽ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. അത് സിസ്റ്റം ഇന്റർനാഷണൽ എന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് SI യൂണിറ്റ് എന്ന പേര് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഫണ്ടമെന്റൽ യൂണിറ്റുകളും അതുപോലെ തന്നെ 2 സപ്ലിമെന്ററി യൂണിറ്റുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 7 ബേസിക് യൂണിറ്റുകൾ അവ ഇതൊക്കെയാണ്. ഒന്ന് ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇലക്ട്രിക് കറണ്ട്, ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ തീവ്രത അല്ലെങ്കിൽ അതിന്റെ ആ ഇന്റൻസിറ്റിയുടെ അളവിനെയാണ്. പ്രകാശത്തിന്റെ ഡിം ആയിട്ടുള്ള ലൈറ്റുകളും അതുപോലെ തന്നെ ഇന്റൻസിറ്റി കൂടിയ തീവ്രത കൂടിയ ലൈറ്റുകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പ്രകാശത്തിന്റെ ഇന്റൻസിറ്റിയുടെ അളവ്. അപ്പൊ അതിന്റെ യൂണിറ്റുകൾ, ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അതിന്റെ സിമ്പല് M എന്നാണ്, ചെറിയ ലെറ്റർ M. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, അതിന്റെ യൂണിറ്റ് kg, ചെറിയ k ചെറിയ g. ടൈം എന്ന് പറയുന്നത് സെക്കൻഡ് ആണ് യൂണിറ്റ്, അതിന് ചെറിയ s. ടെമ്പറേച്ചർ എന്ന് പറയുന്ന യൂണിറ്റ് കെൽവിൻ ആണ്, അതിന് വലിയ ക്യാപിറ്റൽ ലെറ്റർ K ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓർക്കുക, കെൽവിൻ എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞന്റെ പേരാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിന്റെ സിമ്പൽ ഉപയോഗിക്കുമ്പോൾ പേരിന്റെ യൂണിറ്റിൽ നമ്മൾ യൂണിറ്റ് ഫുൾ എഴുതുകയാണെങ്കിൽ, അതിന്റെ പേര് മൊത്തം കൂടെ എഴുതുകയാണെങ്കിൽ K എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്മോൾ ലെറ്ററിൽ നമ്മൾ എഴുതും. എന്നാൽ അതിന്റെ സിമ്പല് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ഓർത്തുള്ളത്. നമ്മൾ യൂണിറ്റ് എഴുതുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനൊരു ഫോർമാറ്റ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ പഠിക്കും. അപ്പോൾ അടുത്തത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, മോൾ. MOLE മോളാണ് അതിന്റെ യൂണിറ്റ്. അതിന്റെ സിമ്പിൾ വരുമ്പോൾ MOL മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അടുത്ത കറണ്ടിന്റെ യൂണിറ്റ് ആംബെയർ. അതും ഒരു ശാസ്ത്രജ്ഞന്റെ പേരാണ്. അതുകൊണ്ട് ചെറിയ ലെറ്റർ എയിലാണ് നമ്മൾ എഴുതുന്നത്. എന്നാൽ അതിന്റെ സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുമ്പോഴും അതെന്താണ്, ക്യാപിറ്റൽ ലെറ്റർ ആണ്. അതൊരു നിയമമാണ്, ഒരു ലോ ആണ്. യൂണിറ്റ് എഴുതാനുള്ള അല്ലെങ്കിൽ യൂണിറ്റിന്റെ സിമ്പിൾ എഴുതാനുള്ള ഒരു നിയമമാണ്. അടുത്ത ലൂമിനസ് ഇന്റൻസിറ്റി, അത് കാൻഡലയാണ്. ചെറിയ ലെറ്റർ സിയും ഡിയും കൂടെ ചേർത്തിട്ടാണ് കാൻഡല എന്ന് നമ്മൾ എഴുതുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് അതിന്റെ സപ്ലിമെന്ററി യൂണിറ്റ്സ് ആണ്. സപ്ലിമെന്ററി യൂണിറ്റ്സ് 2 എണ്ണമാണെന്ന് നമ്മൾ പറഞ്ഞു. അതിലൊരെണ്ണം ആംഗിൾ. ഈ ആംഗിൾ എന്ന് പറയുന്നത് പ്ലെയിൻ ആംഗിളാണ്. ഒരു പ്രതലത്തിൽ നമ്മൾ ഒരു ആംഗിൾ വരയ്ക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന നമ്മൾ വരച്ചിട്ടുള്ളതൊക്കെയാണ്. അതാണ് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്. നമ്മൾ സാധാരണ ആംഗിളിന്റെ യൂണിറ്റ് നിങ്ങൾ ഇതുവരെ പഠിച്ചേക്കുന്നത് ഡിഗ്രി എന്നാണ്. പക്ഷേ സ്റ്റാൻഡർഡൈസ്ഡ് യൂണിറ്റ് അതിന്റെ റേഡിയൻ ആണ്. അപ്പോൾ നമ്മൾ ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലേക്കുള്ള കൺവേർഷനൊക്കെ മാത്സിനകത്തും ഫിസിക്സിനകത്തും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ പിന്നീട് ചിന്തിക്കുന്നതായിരിക്കും. റേഡിയനെ നമ്മൾ സിമ്പിൾ എഴുതുന്ന RAD, ചെറിയ ലെറ്റർ ആണ്, എല്ലാം RAD എന്ന് പറയുന്നത്. അടുത്തത് സോളിഡ് ആംഗിൾ ആണ്. സോളിഡ് ആംഗിൾ എന്താണെന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കും. അപ്പൊ സോളിഡ് ആംഗിളിന്റെ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റെർഡിയൻ ആണ്. സ്റ്റെർഡിയൻ. അപ്പൊ സ്റ്റെർഡിയനെ നമ്മൾ റെപ്രസെന്റ് ആയിട്ട് ചെറിയ ലെറ്റർ എസും ചെറിയ ലെറ്റർ ആറും